നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന പകുതിയിലധികം പേരും എല്ലാ മാസവും വാങ്ങുന്ന സാധനമാണ് റേഷൻ സാധനങ്ങൾ. നമ്മൾ അടുത്തുള്ള റേഷൻ കടയിൽ പോയി നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ സർക്കാർ തരുന്ന സാധനങ്ങൾ നമ്മൾ എല്ലാ മാസവും കൈപ്പറ്റുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ശ്രദ്ധിക്കാതെ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈൻ മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളാണ് ഇതിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അവർ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും ഏകദേശം സർക്കാർ കണക്കനുസരിച്ച് 35 രൂപയാണ് ഒരാൾക്ക് അത് വകയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അനർഹമായിട്ടാണ് കൈപ്പറ്റുന്നതെങ്കിൽ അവർ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും 35 രൂപ വെച്ച് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, തിരിച്ചടയ്ക്കേണ്ടി വരും. അതിൻ്റെ 18% പലിശ കൂട്ടിയായിരിക്കും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരിക. സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് നമുക്ക് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള സപ്ലൈ ഓഫീസിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളോ ചെന്ന് നമ്മൾ ഇക്കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ കാർഡ് നീലയിലേക്കോ വെള്ളയിലേക്കോ മാറാനുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്യുക. ചെറിയ അശ്രദ്ധ മൂലം കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ഫൈൻ അടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ നിത്യേന കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. മരണപ്പെട്ടു പോയ ആളുടെ പേരിൽ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ ഇതേ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. നമ്മൾ ഒരു പക്ഷേ അറിവില്ലായ്മ മൂലമായിരിക്കാം നമ്മൾ ഇപ്രകാരം ചെയ്യുന്നത്. നമ്മളിതുവരെ ആരും അത് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടും കാര്യമുണ്ടാകുകയില്ല. വലിയ രൂപത്തിലുള്ള ഫൈൻ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. മരണപ്പെട്ട വ്യക്തിയുടെ പേര് നമ്മൾ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു കാര്യം അറിയുക. അതുമല്ലെങ്കിൽ അവർ സപ്ലൈ ഓഫീസിൽ നിന്ന് നേരിട്ട് അന്വേഷണം വരുന്നുണ്ട്. ഓരോ വീടുകളിലും ഓരോ റേഷൻ കടകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ പിടിക്കപ്പെട്ടാലും നമ്മൾ ഈ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്കതിന് അർഹതയുണ്ടോ നമ്മൾ സ്വയം പരിശോധിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നോക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം അതിൻ്റെ കറക്റ്റായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, വീട്ടിൽ 4 ചക്ര വാഹനമുള്ള ആളുകൾ, കുടുംബത്തിൽ 1 ഏക്കർ മേലെ ഭൂമിയുള്ള ആളുകൾ, വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ മേലെ വരുമാനമുള്ള ആളുകൾ, വീട്ടിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കാർഡ് നമുക്ക് അർഹതയില്ലാതായിരിക്കാം. അപ്പോൾ എന്തെല്ലാമാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കി നമുക്കതിന് അർഹതയില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറാനുള്ള അപേക്ഷ കൊടുക്കുക. പല ആളുകളും അറിവില്ലായ്മ മൂലം തന്നെ ഇത്തരം വലിയ രൂപത്തിലുള്ള ഫൈനുകൾ 50,000 1 ലക്ഷം രൂപ വരെ ഫൈൻ അടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും